ഇന്നലെ ആ സ്ത്രീയൊക്കെ പൊട്ടിക്കറിയുന്ന നിങ്ങൾ കാണട്ടോ. 5 വർഷം കത്രിക ഈ വയറ്റിനുള്ളിൽ കത്രികയുമായി നടന്നിട്ട് വേദന സഹിച്ച് പുളയുന്ന ആ സ്ത്രീ തന്റെ വയറ്റിലൊരു കത്രികയാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ സ്ത്രീ പൊട്ടിക്കരയുകയാണ് കേട്ടോ. പൊട്ടിക്കരയുകയാണ് ആ സ്ത്രീ. എന്നിട്ട് ഈയമ്മ ചിരിച്ച് ആര് വീണ ജോർജ്, ഇന്ന് വീണ ജോർജ് എന്തൊരു അഹങ്കാരത്തിലാ പറയുന്നത്. ഓ അത് ഡോക്ടർ, അത് ഏതൊരു ഡോക്ടർ നടപടിയെടുക്കും. ഈയമ്മ എത്ര കാലായി പറഞ്ഞു നടപടിയെടുക്കുന്നു. എത്ര 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 ആൾക്കാരെ കൊന്നു അല്ലേ. ഹൃദ്രോഗിയായ ഒരു മനുഷ്യന്റെ ഒരു ഓട്ടോ ഡ്രൈവറെ കൊന്നില്ലേ. ബിസ്മിൽ എന്ന് പറയുന്ന ഒരു നെഞ്ചുവേദനയുമായി നമ്മുടെ വിളപ്പിൽശാല ആശുപത്രിയിൽ എത്തിയപ്പോ ആ ഡോറ് പോലും തുറന്നില്ല. ആവശ്യമായ പ്രാഥമിക ചികിത്സ പോലും നടത്തിയില്ല. അയാൾ മരിച്ചില്ലേ. ഒരു കുട്ടിയുടെ കൈ മുറിച്ച് കളഞ്ഞില്ലേ. വേറെ കുട്ടിയുടെ കൈ വളഞ്ഞു പോയില്ലേ. വേറൊരു സ്ത്രീയുടെ 45 ദിവസത്തിന് ശേഷം 50 ദിവസത്തിന് ശേഷമാണ് ശരീരത്തിനുള്ളിൽ നിന്ന് തുണിക്കഷ്ണം പുറത്തേക്ക് വരുന്നത്. ഒരു പ്രസവത്തിന് പോയ സ്ത്രീയുടെ എണ്ണി പറയുകയാണെങ്കിൽ എത്ര കൂട്ടിയിരിക്കാൻ വന്ന ഒരു സ്ത്രീ തകരാനായി കിടക്കുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടം എന്താ പറയാ പൊളിച്ചു കളയാതെ അതിലേക്ക് ശുചിമുറിയിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഒരുക്കി അതിലേക്ക് ഈ കൂട്ടിരിപ്പുകാരൊക്കെ പറഞ്ഞയച്ചു. അത് ഇടിഞ്ഞു വീണപ്പോ ഒരു സ്ത്രീ മരിച്ചുപോയി അല്ലേ. ഇങ്ങനെ എത്ര പേരാണ് നിങ്ങൾ കൊന്നത്. ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആരോഗ്യരംഗം അല്ലേ. പക്ഷെ കേരളത്തിലെ ആരോഗ്യരംഗം, ഈ സർക്കാർ വിലാസം ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന സ്ഥലം അല്ലേ. എന്നിട്ട് ഈയമ്മ ചിരിക്കുകയാണ്, എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ, സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ. നിങ്ങൾ സമരം ചെയ്തോ, ഞാൻ അങ്ങനെ പുറത്തിറങ്ങി നടക്കും, നിങ്ങൾക്ക് എന്നെ ചുക്കും ചെയ്യാൻ പറ്റില്ല, എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈയമ്മന്റെ അടുത്ത് ഈയമ്മന്റെ ഭർത്താവ് ഇരിക്കുന്നു. അപ്പോഴാണ് ഏഷ്യാനെറ്റിന്റെ ക്യാമറാമാൻ ഇവരുടെ ഈ ഫ്രെയിം ഇങ്ങനെ പകർത്തുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യൻ ഭർത്താവ് പറയുന്നത് നന്നായിട്ടോ എന്ന് പറഞ്ഞ ഇയാൾ ഇളിക്കുകയാണ്. ഈ വീണ ജോർജിന്റെ ഭർത്താവ് ഏഷ്യാനെറ്റിന്റെ ക്യാമറാമാൻ മേലെ ഇങ്ങനെ ഇളിച്ച് കാണിക്കാണ്. എടുക്കടോ, ഫോട്ടോ എടുക്കടോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലടോ, എടുത്ത് കാണിക്കടോ. കൊലയാളികൾ അല്ലേ, കൊലയാളികളുടെ ചിരി. അതാണ് ബിനു വിജോട് പറഞ്ഞത് ചക്കിക്കൊത്ത ശങ്കരൻ. ചക്കിക്കൊത്ത ഈ മന്ത്രി ചക്കിക്കൊത്ത ശങ്കരനാണ് അടുത്തിരിക്കുന്ന ഭർത്താവ് എന്ന്. എനിക്ക് പറയാനുള്ളത് വേറൊന്നാണ്. ശങ്കരനൊത്ത ചക്കിമാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കരനാരാണ് മനസ്സിലായില്ലേ. ശങ്കരനാരാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ. അങ്ങനെ ശങ്കരനും കുറെ ചക്കിമാരും, അങ്ങനെയാണ് ഭരണം ഇവിടെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒറ്റ സമാധാനം മാത്രമേ ഉള്ളൂ. 2 മാസം കൂടി സഹിച്ചാൽ മതി എന്ന് പറയുന്ന ഒരൊറ്റ സമാധാനമാണ് നമുക്കൊക്കെ ഉള്ളത്. 2 മാസം കഴിഞ്ഞാൽ പുറങ്കാല് കൊണ്ട് ചവിട്ടാണ് അല്ലേ. എവിടെ പോയി വീഴുന്നറിയോ? അറബിക്കടലിന്റെ അങ്ങേ അറ്റത്ത് പോയി വീഴും. പിന്നെ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിന് മണ്ണിൽ ഉണ്ടാവില്ല കേട്ടോ. അതിന്റെ ഏറ്റവും അവസാനത്തെ നെഗളിപ്പാണ് വീണ ജോർജിന്റെ വക നൽകിയത്. ചില ആൾക്കാരൊക്കെ എപ്പോഴും ഈ മൂന്നാം തവണ വരും എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കുറെ അന്തംഗമ്മികളുണ്ട്. ദേശാഭിമാനി മാത്രം വായിക്കുന്ന, കൈരളി മാത്രം വായിക്കുന്ന ചില ടീമിന്റെ ഒക്കെ വിചാരം വീണ്ടും പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമെന്നാണ്. അവര് കൂടി ഈ സംഭവം അറിഞ്ഞപ്പോ, ഏത് സംഭവം, ഈ വയറ്റിൽ കത്രിക ഇട്ടുകാണ്ട് തുന്നിക്കൂട്ടി വിടുന്ന പരിപാടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ അവര് കൂടി ആശങ്കപ്പെടുകയാണ്. എങ്ങനെ വരിക, ആരപ്പോ വോട്ട് ചെയ്യുക? അതിന്റെ പ്രശ്നം. ആരും വോട്ട് ചെയ്യില്ല, ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. കാരണം കേരള ജനത തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇനി വേണ്ട, ഇമാതിരി കൊലയാളികൾ ഇനി വേണ്ട, ചക്കിക്കൊത്ത ശങ്കരന്മാരും ശങ്കരനൊത്ത ചക്കിമാരും ഇനി വേണ്ട. ഇന്ന് രാവിലെ എന്നെ അമേരിക്കയിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അവരുടെ ഫൊക്കാന, ഫോമ, അവിടുത്തെ KPMG, അമേരിക്കയിലെ ഡോക്ടർമാരുടെ സംഘടന, ഇവരെല്ലാം കൂടി ഇന്നൊരു മീറ്റിംഗ് നടത്തുകയാണ് അവര്. അപ്പോ അതില് കേരളത്തെ അഭിനന്ദിക്കാൻ അവർ വിളിച്ചതാണ്. പിന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നോക്കി കാണുന്നുണ്ട്, കേരള ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വലിയ ആശ്വാസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊരു അഭിനന്ദനം പറയാൻ വേണ്ടി അവർ വിളിച്ചതാണ്. പക്ഷെ അതിനിടയിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ നേഴ്സുമാരൊക്കെയാണ് ഇവിടുന്ന് പോയ സഹോദരങ്ങളിൽ കൂടുതലും. അവർ നല്ല നിലയിൽ ജീവിതം നയിക്കുന്നവരാണ്, അവിടെ നന്നായിട്ട് സേവനം ചെയ്യുന്നവരുമാണ്. പക്ഷെ അവരെ അലട്ടുന്നത് അവർക്ക് ഈ ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കാൻ മാസ്ക് ഇല്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ എന്നെ അമേരിക്കയിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അവരുടെ ഫൊക്കാന തള്ള് നമ്മളെ പഴയ ആരോഗ്യമന്ത്രി KK ശൈലജ എന്ന് പറയുന്ന കേരളത്തിലെ കോവിഡിനെ പ്രതിരോധിച്ച് നിർത്തി എന്ന സൂപ്പർ തള്ളു നടത്തിയ 350 രൂപയുടെ PP കിറ്റ് 1500 രൂപക്ക് കള്ളക്കണക്ക് എഴുതി കോടികൾ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തിയ ഈ മുതല് പറയുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വിളി വരികയാണത്രേ.
വീണ ജോർജും ഇതേപോലെ നാളെ ഒരു വീഡിയോ ഇറക്കിയേ. വീണ ജോർജിന് ഇങ്ങനെ വിളി വരുന്നു അമേരിക്കയിൽ നിന്ന്. ട്രംപ് വിളിച്ചു എന്നാ പറഞ്ഞത്. കുറച്ചു നേരത്തെ ട്രംപ് വിളിച്ചിരുന്നു അത്രേ, അതായത് വീണ ജോർജിനോട്. കാരണം ട്രംപ് ആകെ ഞെട്ടിയിരിക്കുകയാണ്. ട്രംപിനോട് ആരൊക്കെയോ പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് കേരളം സന്ദർശിക്കാനെത്തിയ ചില എന്താ പറയാ മലയാളികള് ട്രംപിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ട്രംപേ ആകെ പ്രശ്നമാണ്, ഞങ്ങളിങ്ങനെ കേരളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലുടനീളം വലിയ വലിയ ബോർഡുകൾ, ആ ബോർഡുകളിൽ മുഴുവൻ എന്താണ്, ആരോഗ്യരംഗത്ത് നമ്പർ 1 അമേരിക്കയെ വരെ പിന്നിലാക്കി എന്നും പറഞ്ഞിട്ട് വലിയ വലിയ ബോർഡുകൾ. അപ്പൊ ട്രംപ് ഞെട്ടി. ട്രംപ് അവിടുത്തെ അമേരിക്കയിലെ ആരോഗ്യ പ്രവർത്തകരൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു എന്നാ കേട്ടത്. നിങ്ങൾ എന്ത് തോന്നിയാസോടെ ചെയ്യുന്നത്? കേരളത്തിലെ കാരണഭൂതമാണ് ആരോഗ്യരംഗത്ത് നമ്പർ 1. അപ്പൊ ഈ നമ്മളെ ട്രംപിന്റെ ഈ മെഡിക്കൽ രംഗത്തുള്ള പ്രഗത്ഭര് ചോദിച്ചു, അല്ല ട്രംപേ, പിന്നെ ഈ കാരണഭൂതൻ നമ്മളെടുത്തേക്കാണല്ലോ വരുന്നത്, ഈ മൂലക്കുരുവിനും അല്ലെങ്കിൽ വല്ല ജലദോഷപ്പനിയൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പര് നമ്മളെടുത്തേക്കല്ലേ വരുന്നത്. അപ്പൊ പിന്നെ ട്രംപ് പറഞ്ഞു, അത് പിന്നെ വരുന്നത് വേറെ കുറെ കാര്യങ്ങൾക്കാണ്, അത് നിങ്ങൾ അറിയണ്ട, നിങ്ങൾ വരുമ്പോ ചികിത്സിച്ചു കൊടുത്താൽ മതി. പക്ഷേ അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അവർ നമ്പർ 1. അപ്പോൾ അവരാകെ പ്രശ്നത്തിലായി. അങ്ങനെയാണ് അവര് ഏറ്റവും അവസാനം തിരിച്ചറിഞ്ഞത് കേരളത്തിലെ നമ്പർ 1. ഇതിന് കാരണം എന്താണെന്നറിയോ? കേരളത്തിൽ ശസ്ത്രക്രിയക്ക് വിധേയരാവുന്ന സ്ത്രീകളുടെ ഒക്കെ വയറ്റില് കത്രിക വെച്ച് തുന്നിക്കെട്ടി വിടുന്ന ഒരു പരിപാടി, ഇങ്ങനെ ഒരു പുതിയ പരിപാടി വീണ ജോർജ് മന്ത്രിയായിരിക്കവേ ഇവിടെ തുടങ്ങി എന്ന ഒരു അറിവാണ് അവിടെ കിട്ടിയത്. അപ്പം വീണ ജോർജിനെ വിളിച്ചിട്ട് അമേരിക്കയിലെ ട്രംപും ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വീണ ജോർജിനോട് എത്രയും പെട്ടെന്ന് കുറെ കത്രിക അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ ഒരു ട്രോളാണ്. അമേരിക്കയിൽ നിന്ന് കോള് വരുന്നു, അതായത് കത്രികകൾ അങ്ങോട്ട് അയച്ചു കൊടുക്കണം, കാരണം അമേരിക്കക്കാർക്കും ഒരു നമ്പർ 1 ആകാനുള്ള ഒരു ആഗ്രഹം. അപ്പോഴാണ് നമ്മുടെ എന്താ പറയാ ടീച്ചറമ്മയുടെ തള്ളു നിങ്ങൾ തുടക്കത്തിൽ കേട്ടത്. എന്താ അവരെ കൊണ്ട് പറയല്ലേ, പറയുന്നതിന് ഒരു ഉളുപ്പ് വേണ്ടേ, അമേരിക്കയിൽ നിന്ന് ഏറ്റവും വലിയ രസം എന്താ അറിയോ? അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികൾ, അത് കാരണഭൂതാ പറഞ്ഞത്, അതായത് സർക്കാർ ആശുപത്രികളൊക്കെ ഭയങ്കര ചികിത്സാ സംവിധാനമാണ് അത്രേ. അപ്പൊ ഇവിടുത്തെ ചില പൈസക്കാര് കാരണഭൂതത്തോട് പറഞ്ഞാണത്രേ, ഞങ്ങൾ സാധാരണ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സിക്കുക, പക്ഷെ നമ്മുടെ ഈ കാരണഭൂതത്തിന്റെ ഈ സർക്കാർ ആശുപത്രികളൊക്കെ ഇത്രയും മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ വരാൻ വേണ്ടി തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് വന്നതാണെന്ന്. പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ വരാത്തതെന്നാണ് പറയുന്നത് കേട്ടോ. വേറൊരു ആള് പറഞ്ഞെന്താന്ന് വെച്ചാല്, അതൊരു ട്രോളാണേ. അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ സംവിധാനം കാണുമ്പോൾ ഒരു പെണ്ണുങ്ങള് ഭാര്യ ഒരാളോട് പറഞ്ഞാണത്രേ, എനിക്ക് പ്രസവിക്കണം. ഈ പെണ്ണുങ്ങൾ പ്രസവമൊക്കെ നിർത്തിയതാണ്, പക്ഷെ ഭർത്താവിനെ പറഞ്ഞു കണ്ട് ശല്യപ്പെടുത്തുകയാണത്രേ, എനിക്ക് പ്രസവിക്കണം. അപ്പൊ ഭർത്താവ് ചൂടായി, ഇതെന്തത്, നമ്മള് പ്രസവമൊക്കെ നിർത്തിയല്ലേ. അപ്പൊ പറയാണത്രേ, കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഭയങ്കര സംവിധാനമാണ്, എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോയിട്ടൊന്ന് പ്രസവിക്കണം എന്ന്. പണ്ട് ഇങ്ങനെ ഒരു പ്രസവിക്കാൻ വേണ്ടി വന്ന ഹർഷീന ഇപ്പോഴും കോഴിക്കോട്ടെ തെരുവോരത്ത് സമരം ചെയ്യാണ്. ആ ഹർഷീനന്റെ വയറ്റിലും ഒരു കത്രിക വെച്ച് എന്താ പറയാ തുന്നിക്കൂട്ടി വിട്ടു. അപ്പൊ ഇതാണ് കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ, ശസ്ത്രക്രിയക്ക് എത്തുന്ന സ്ത്രീകളുടെ ഒക്കെ വയറ്റിൽ കത്രിക വെച്ചിട്ട് തുന്നിക്കൂട്ടി വിടുന്ന സംവിധാനം. അപ്പോഴാണ് ഇന്ന് വീണ ജോർജ് പത്രക്കാരോട് പറയാണല്ലോ, ഇത് ഏതോ കാലത്ത് വെച്ച കത്രികയാണ്, ഏതോ കാലം ഏതാണെന്നറിയോ? നേരത്തെ കേട്ടില്ലേ, ഒരു തള്ളിയ ടീച്ചറെ കേട്ടില്ലേ? ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് വെച്ച കത്രികയാണ്. അതാണ് വലിയ സംഭവം. അതായത് നമ്മൾ വീണ്ടും ഈ ഇടതുമുന്നണിയെ വീണ്ടും അധികാരത്തിൽ കയറ്റണം. കാരണം എന്താണെന്നറിയോ? ടീച്ചറമ്മ ഭരിക്കുന്ന കാലത്താണ് കത്രിക വയറ്റിന്റെ ഉള്ളിൽ വെച്ച് കുത്തിക്കെട്ടിയത്. ഇത് കണ്ടെത്തിയത് വീണ ജോർജ് ചില്ലറക്കാരിയല്ല. ടീച്ചറമ്മയുടെ കാലത്ത് കത്രിക എന്താ പറയാ വയറ്റിനുള്ളിൽ തുന്നിക്കൂട്ടിയ സംഭവം അറിയുകയും അത് പുറത്തെടുക്കാൻ വേണ്ട എന്താ പറയാ ഊർജം നൽകുകയും ചെയ്ത്. പുറത്തെടുത്തത് സർക്കാർ ആശുപത്രി നല്ല കേട്ടോ, അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് പുറത്തെടുത്തത്. ഇങ്ങനെയുള്ള കെട്ട കാഴ്ചകൾ നമ്മൾ ട്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വിഷമാണ്. ഈ കാര്യം ഇതൊക്കെ വിഷമമാണ്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ അല്ലേ. ഇന്നിപ്പോ ഞാൻ ഏഷ്യാനെറ്റിന്റെ ചർച്ച അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ അവസാനം വിനു വി ജോൺ ടീച്ചറമ്മയല്ല, നമ്മുടെ വീണ ജോർജും ഭർത്താവും കൂടി കാറ് കയറി പോണ ഒരു രംഗം കാണിച്ചു. അതായത് വീണ ജോർജ് പറയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെയൊക്കെ റീത്തൊക്കെ വെച്ചിരുന്നു. വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ റീത്ത് വെച്ച് കേട്ടോ.
യൂത്ത് കോൺഗ്രസ്സുകാർ. അതേ വേറൊരു കഥയാണ്. ഈ റീത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവൻകുട്ടി, പിന്നെ ശ്രീമതി ടീച്ചർ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. കാരണം തോന്നിയസല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. വീണ ജോർജിന്റെ വീടിന് മുന്നിൽ റീത്ത് വെക്കുക എന്ത് തോന്നിയസം, റീത്ത് കൊണ്ടുവെക്കുകയാണ്. ഇവന്മാര് ഒരാഴ്ചയല്ല 2 ദിവസം മുമ്പാണ് ഈ പറയുന്ന സഖാക്കന്മാര് റീത്ത് വെച്ച് എവിടെയാണെന്നറിയോ? നമ്മളെ വിജയം മാഷെ മകന്റെ, ഏത് വിജയ മാഷ്? MN വിജയ മാഷിന്റെ മകൻ ഡോക്ടർ VS അനിൽകുമാറിന്റെ, എഴുത്തുകാരനൊക്കെ ആയ സാഹിത്യകാരനായ VS അനിൽകുമാറിന്റെ വീട്ടില് റീത്ത് വെച്ച ടീമാണ് ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാര് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ റീത്ത് വെച്ചതിന് വിമർശിക്കുന്നത്. ശരിക്ക് വീണ ജോർജിന്റെ വസതിക്ക് മുമ്പിൽ റീത്ത് വെക്കേണ്ടത് തന്നെയാണ്. കാരണം EMA ചെയ്തത് കാരണം ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. അതാണ് ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു. ഈ അന്ന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. എങ്ങനെ നടപടി എടുക്കുക? ഡോക്ടറുടെ പാകപ്പിഴവല്ല, ഇത് സിസ്റ്റത്തിന്റെ പാകപ്പിഴവാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ശരിയല്ലേ? ഇതാണ് നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. ഇവിടെ ചികിത്സാ സംവിധാനങ്ങളില്ല. നമ്പർ വൺ ബോർഡ്, കോടികൾ ചെലവാക്കിയിട്ടാണ് ബോർഡ് വെക്കുന്നത് നാടുനീളെ. കണ്ട നമ്മൾ ഞെട്ടിപ്പോകും. കോടികളാണ് ഈ ബോർഡ് ഒക്കെ ചെലവാക്കുന്നത്. നമ്പർ വൺ. പക്ഷേ ആശുപത്രിയിലൊന്നും ചികിത്സാ സംവിധാനങ്ങളില്ല, മരുന്നില്ല, ചികിത്സാ സംവിധാനങ്ങളില്ല, സ്റ്റാഫില്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ആരുമില്ല. ഉള്ള ആൾക്കാർ വെച്ചിട്ട് ഈ പാവം ഡോക്ടർമാരും നഴ്സുമാരും എങ്ങനെയെങ്കിലൊക്കെ ശസ്ത്രക്രിയ ചെയ്ത് വിടുകയാണ്. അപ്പോഴാണ് ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് കാര്യമില്ല. വീണ ജോർജ് ഇന്ന് രാവിലെ പറഞ്ഞു കേട്ടു, ഞങ്ങൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എന്താ പറയാ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ഇവിടെ ഈ ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഇല്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ വളരെ കൃത്യമായിട്ടാണ് നടത്തുന്നത്. WHO പറഞ്ഞ ആ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ശസ്ത്രക്രിയ നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ വിനു വിജോൺ പറഞ്ഞു, WHO മാനദണ്ഡം അനുസരിച്ചാണ് കേരളത്തിലെ ആശുപത്രികളിൽ സർജറി നടത്തേണ്ടതെങ്കിൽ ഒരു സർജറി നടക്കില്ല. കാരണം ആ മാനദണ്ഡം അനുസരിച്ച് നടത്താനുള്ള സ്റ്റാഫോ സംവിധാനമോ കേരളത്തിലില്ല. എന്നിട്ടാണ് തള്ളുന്നത് നമ്മൾ നമ്പർ 1. എന്നിട്ടാണ് മൂലക്കുരുന്ന് അവിടെ പോകുന്നത്, അമേരിക്ക പോകുന്നത്. മൂപ്പര കാര്യം വിട്. ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും ചികിത്സിക്കാൻ പോകുന്ന എവിടെയാണ്? സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞു, അതായത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സമരം ചെയ്യുന്നത് ഇതിനെ നമ്മുടെ വി ഡി സതീശനൊക്കെ ഇതിനെതിരായ പ്രസ്താവനകൾ നടത്തുന്നത് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വിമർശിക്കുന്നത് അത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണത്രേ. അതായത് സർക്കാർ ആശുപത്രികൾ ആകെ തകരാറിലാണ് എന്ന് ഇവർ വരുത്തി തീർക്കുക. ഈ കത്രിക ഈ പാവം സ്ത്രീയുടെ വയറ്റിൽ വെച്ചിട്ട് തുന്നിക്കൂട്ടി കെട്ടിയത് അതൊന്നും വലിയ അപരാധമാണെന്ന് ഇവർ കരുതുന്നില്ല. പക്ഷെ അത് പറയരുത്. അത് പറഞ്ഞാൽ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിക്ക് അത് ഗുണമാണ്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയടോ. അതുകൊണ്ടാണ് നാട്ടുകാർ സ്വകാര്യ ആശുപത്രി പോകുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുവാണ്. ഞാനിത് അന്ന് വരുന്ന വഴി ഒരു ഓട്ടോറിക്ഷ കയറിയപ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സർക്കാർ ആശുപത്രി കയറിയിട്ടില്ല. കാരണം എന്താ? കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചികിത്സയും കിട്ടില്ല. പറയുന്നത് ഒരു സാധാ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അയാൾ പറയാണ്, കടം വാങ്ങിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് എന്റെ ഭാര്യയെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചത്. പലരും ചോദിച്ചു എന്തേ സർക്കാർ ആശുപത്രിയിൽ പോയിക്കൂടെ എന്ന്. എനിക്ക് അവളെ വേണം, അവളെ നഷ്ടപ്പെടുത്തിക്കൂടാ. പേടിയാണ്. എങ്ങനെ സർക്കാർ ആശുപത്രിയിൽ പോയാൽ തിരിച്ചു കൊണ്ടുവരുന്നത് ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. ഇതാണ് നമ്പർ വൺ എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഈ വീണ ജോർജിന്റെ തള്ളലാണ്. അതായത് നമ്മള് മറ്റേ നിലവാരത്തിൽ തന്നെയാണ് ഇത് ഇതിനെ വിമർശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വീണ ജോർജാണ്. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ നിങ്ങൾ വരുത്തുകയാണ്. നിങ്ങളാണ് നശിപ്പിക്കുന്നത് ഈ സർക്കാർ ആശുപത്രികളെ. ആവശ്യത്തിന് ഉപകരണങ്ങൾ കൊടുക്കാതെ, ആവശ്യത്തിന് ഫണ്ട് കൊടുക്കാതെ, ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാതെ, എന്തിനു വേണ്ടിയിട്ട് നിങ്ങളാണ് സ്വകാര്യ ആശുപത്രികളെ വളർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? അല്ലാതെ വി ഡി സതീശനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരാണോ? എന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ റീത്ത് വെച്ചത്രേ. നിങ്ങൾ പണ്ട് നിങ്ങളുടെ എന്താ പറയാ ഈ SFIക്കാരും DYFIക്കാരും ഒക്കെ പണ്ട് കോളേജില് ഒരു പ്രിൻസിപ്പളിന് ശവക്കല്ലറ തീർത്ത ആൾക്കാരാണ് അല്ലേ? എന്നിട്ടാണ് റീത്ത് വെക്കുന്ന എന്തോ വലിയ അപരാധം. മാത്രമല്ലാന്ന് 2 ദിവസം മുമ്പ് നിങ്ങള് വിജയമാഷിന്റെ മകൻ അല്ലേ, MN വിജയന്റെ മകൻ, MN വിജയൻ എന്ന് പറയുന്നത് വിജയമാഷ് അല്ലേ, കേരളീയരുടെ സ്വന്തം വിജയമാഷിന്റെ മകൻ ഡോക്ടർ VS അനിൽകുമാറിന്റെ വീട്ടിൽ നിങ്ങൾ റീത്ത് വെച്ചു. എന്തിനാണ് നിങ്ങൾ റീത്ത് വെച്ചെന്നറിയോ? അതായത് നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചില്ലേ? രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ച ആ കാര്യം വിളിച്ചു പറഞ്ഞ
വി കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം എഴുതി അല്ലേ? ആ പുസ്തകം നേതൃത്വത്തോട് അണികൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ ആ പുസ്തകം ആ ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങിയത് ഡോക്ടർ VS അനിൽകുമാർ ആയിരുന്നു. അതായത് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയത് കൊണ്ട് ആ VS അനിൽകുമാറിന്റെ വീട്ടിൽ പോയി റീത്ത് വെക്കുക, അത് ഞങ്ങൾക്ക് ചെയ്യാം. വീണ ജോർജ് ഒരു സിസ്റ്റം മുഴുവൻ നശിപ്പിച്ച വീണ ജോർജിന് റീത്ത് വെക്കാൻ പാടില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ശ്രീമതി ടീച്ചർ പറയുന്നത് അയ്യേ അത് മോശമായി പോയി എന്നാ പറയുന്നത്. അപ്പൊ VS അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ചതോ? ഓ അത് നല്ലത്. കാരണം എന്താണ്, ഞങ്ങൾ രക്തസാക്ഷി പണ്ട് ഞങ്ങൾ കട്ടുമുടിക്കും. അത് നിങ്ങളെ ചോദിക്കുക. അതെങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ ചോദ്യം ചെയ്യുക? ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ നക്കും, ഞങ്ങൾ മുക്കും. ചോദിക്കാൻ പാടില്ല. അത് നമ്മുടെ രാകേഷ് പറഞ്ഞ മാതിരി ഞങ്ങൾ പറയില്ല ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പിരിവെടുക്കും, പക്ഷെ എത്ര പിരിച്ചു എന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങളത് മുക്കും, ഞങ്ങൾ കക്കും, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് ഇവര് തന്നെ പറയുകയാണ്. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് കേട്ടോ. ഏറ്റവും അവസാനം ചക്കിക്കൊത്ത ശങ്കരനാണ് എന്ന് വിനു പറഞ്ഞപ്പോഴാണ് ഞാൻ കൈയടിച്ച് പോയത് കേട്ടോ. അതായത് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവും കൂടി കാറിൽ കയറി പോകുന്ന ഒരു രംഗമായിരുന്നു ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഈ ന്യൂസ് അവർ ചർച്ചയിൽ ഏറ്റവും അവസാനത്തെ ഫ്രെയിം അതായിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ തോന്നിയാസം നടത്തിയിട്ട്, ഇങ്ങനെയൊക്കെ നെറികേട് നടത്തിയിട്ട് ഇന്നലെ ആ സ്ത്രീയൊക്കെ പൊട്ടിക്കറിയുന്ന നിങ്ങൾ കാണട്ടോ. 5 വർഷം കത്രിക ഈ വയറ്റിനുള്ളിൽ കത്രികയുമായി നടന്നിട്ട് വേദന സഹിച്ച് പുളയുന്ന ആ സ്ത്രീ തന്റെ വയറ്റിലൊരു കത്രികയാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ സ്ത്രീ പൊട്ടിക്കരയുകയാണ് കേട്ടോ. പൊട്ടിക്കരയുകയാണ് ആ സ്ത്രീ. എന്നിട്ട് EMA ചിരിച്ച് വീണ ജോർജ് എന്തൊരു അഹങ്കാരത്തിലാ പറയുന്നത്. ഓ അത് ഏതൊരു ഡോക്ടർ നടപടിയെടുക്കും. EMA എത്ര കാലമായി പറഞ്ഞു നടപടിയെടുക്കുന്നു. എത്ര ആൾക്കാരെ കൊന്നു അല്ലേ? ഹൃദ്രോഗിയായ ഒരു മനുഷ്യന്റെ ഒരു ഓട്ടോ ഡ്രൈവറെ കൊന്നില്ലേ? ബിസ്മിൽ എന്ന് പറയുന്ന ഒരു നെഞ്ചുവേദനയുമായി നമ്മുടെ വിളപ്പിൽശാല ആശുപത്രിയിൽ എത്തിയപ്പോ ആ ഡോറ് പോലും തുറന്നില്ല. ആവശ്യമായ പ്രാഥമിക ചികിത്സ പോലും നടത്തിയില്ല. അയാളും മരിച്ചില്ലേ? ഒരു കുട്ടിയുടെ കൈ മുറിച്ച് കളഞ്ഞില്ലേ? വേറെ കുട്ടിയുടെ കൈ വളഞ്ഞു പോയില്ലേ? വേറൊരു സ്ത്രീയുടെ 45 ദിവസത്തിന് ശേഷം 50 ദിവസത്തിന് ശേഷമാണ് ശരീരത്തിനുള്ളിൽ നിന്ന് തുണിക്കഷ്ണം പുറത്തേക്ക് വരുന്നത്. ഒരു പ്രസവത്തിന് പോയ സ്ത്രീയുടെ എണ്ണി പറയുകയാണെങ്കിൽ എത്ര കൂട്ടിയിരിക്കാൻ വന്ന ഒരു സ്ത്രീ ഒരു തകർന്ന കെട്ടിടം അല്ലെ, തകരാനായി കിടക്കുന്ന ഒരു കെട്ടിടം. ആ കെട്ടിടം പൊളിച്ചു കളയാതെ അതിലേക്ക് ശുചിമുറിയിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഒരുക്കി അതിലേക്ക് ഈ കൂട്ടിരിപ്പുകാരൊക്കെ പറഞ്ഞയച്ചു. അത് ഇടിഞ്ഞു വീണപ്പോ ഒരു സ്ത്രീ മരിച്ചുപോയി അല്ലേ? ഇങ്ങനെ എത്ര പേരാണ് നിങ്ങൾ കൊന്നത്? ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആരോഗ്യരംഗം അല്ലേ? പക്ഷെ കേരളത്തിലെ ആരോഗ്യരംഗം, ഈ സർക്കാർ വിലാസം ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന സ്ഥലം അല്ലേ? എന്നിട്ട് EMA ചിരിക്കുകയാണ്, എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ, സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ. നിങ്ങൾ സമരം ചെയ്തോ, ഞാൻ അങ്ങനെ പുറത്തിറങ്ങി നടക്കും, നിങ്ങൾക്ക് എന്നെ ചുക്കും ചെയ്യാൻ പറ്റില്ല, എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് EMAന്റെ അടുത്ത് EMAന്റെ ഭർത്താവ് ഇരിക്കുന്നു. അപ്പോഴാണ് ഏഷ്യാനെറ്റിന്റെ ക്യാമറമാൻ ഇവരുടെ ഈ ഫ്രെയിം ഇങ്ങനെ പകർത്തുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യൻ ഭർത്താവ് പറയുന്നത് നന്നായിട്ടോ എന്ന് പറഞ്ഞ ഇയാൾ ഇളിക്കുകയാണ്. ഈ വീണ ജോർജിന്റെ ഭർത്താവ് ഏഷ്യാനെറ്റിന്റെ ക്യാമറാമാൻമാരെ ഇങ്ങനെ ഇളിച്ചു കാണിക്കാണ്. എടുക്കടോ, ഫോട്ടോ എടുക്കടോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലടോ, എടുത്ത് കാണിക്കടോ. കൊലയാളികൾ അല്ലേ? കൊലയാളികളുടെ ചിരി. അതാണ് ബിനു വിജോൺ പറഞ്ഞത് ചക്കിക്കൊത്ത ശങ്കരൻ. ചക്കിക്കൊത്ത ഈ മന്ത്രി ചക്കിക്കൊത്ത ശങ്കരനാണ് അടുത്തിരിക്കുന്ന ഭർത്താവ് എന്ന്. എനിക്ക് പറയാനുള്ളത് വേറൊന്നാണ്. ശങ്കരനൊത്ത ചക്കിമാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കരനാരാണ് മനസ്സിലായില്ലേ? ശങ്കരനാരാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെ ശങ്കരനും കുറെ ചക്കിമാരും, അങ്ങനെയാണ് ഭരണം ഇവിടെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒറ്റ സമാധാനം മാത്രമേ ഉള്ളൂ. 2 മാസം കൂടി സഹിച്ചാൽ മതി എന്ന് പറയുന്ന ഒരൊറ്റ സമാധാനമാണ് നമുക്കൊക്കെ ഉള്ളത്. 2 മാസം കഴിഞ്ഞാൽ പുറങ്കാല് കൊണ്ടൊരു ചവിട്ടാണ് അല്ലേ? എവിടെ പോയി വീഴുന്നറിയോ? അറബിക്കടലിന്റെ അങ്ങേ അറ്റത്ത് പോയി വീഴും. പിന്നെ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിന് മണ്ണിൽ ഉണ്ടാവില്ല കേട്ടോ. അതിന്റെ ഏറ്റവും അവസാനത്തെ നെഗളിപ്പാണ് വീണ ജോർജിന്റെ വക നൽകിയത്. ചില ആൾക്കാരൊക്കെ എപ്പോഴും ഈ മൂന്നാം തവണ വരും എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കുറെ അന്തംഗമികളുണ്ട്. ദേശാഭിമാനി മാത്രം വായിക്കുന്ന, കൈരളി മാത്രം വായിക്കുന്ന ചില ടീമിന്റെ ഒക്കെ വിചാരം വീണ്ടും പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമെന്നാണ്. അവരുകൂടി ഈ സംഭവം അറിഞ്ഞപ്പോ, ഏത് സംഭവം, ഈ വയറ്റിൽ കത്രിക ഇട്ടുകാണ്ട് തുന്നിക്കൂട്ടി വിടുന്ന പരിപാടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ അവരുകൂടി ആശങ്കപ്പെടുകയാണ്. എങ്ങനെ വരിക, ആരപ്പോ വോട്ട് ചെയ്യുക? അതിന്റെ പ്രശ്നം. ആരും വോട്ട് ചെയ്യില്ല.
ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. കാരണം കേരള ജനത തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇനി വേണ്ട. ഇമാതിരി കൊലയാളികൾ ഇനി വേണ്ട. ചക്കിക്കൊത്ത ശങ്കരന്മാരും ശങ്കരനൊത്ത ചക്കിമാരും ഇനി വേണ്ട വേണ്ട വേണ്ട. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.